പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് ഒരു പ്രധാന വിഷയം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാണ്. നിങ്ങൾ ഈ വേർഡ് സാധാരണ കേട്ടിട്ടുണ്ടാവും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ വാക്ക് ഒരുപാട് ഉപയോഗിച്ചു വരുന്നൊരു വാക്കാണ്. സാധാരണക്കാർക്ക് അവരുടെ വ്യക്തി ജീവിതങ്ങളിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്നുള്ള വാക്ക് നമ്മുടെ ഒരു മനസ്സിനെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കവറാണ്. ഒരു കഴിവിനെ കുറിച്ചാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്ക് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സ് സാധാരണ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഈ 3 കാലങ്ങളിലായിട്ടാണ് മനുഷ്യ മനസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ ഭൂതകാലത്തിലേക്ക് പോയാലും കൂടുതൽ ഭാവി കാലത്തിലേക്ക് പോയാലും ഒരു പെർസെൻറ്റേജിൽ കൂടുതൽ പോയാലും അവനെ ഒരു മാനസിക രോഗിയായിട്ടൊക്കെ സാധാരണ സൈക്യാട്രിസ്റ്റുകൾ മുദ്രകുത്താറുണ്ട്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ പാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭാവി കാലം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രൈമറി ഇമ്പോർട്ടൻസ് മനുഷ്യർ കൊടുക്കേണ്ടത് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അത് പ്രസൻറ്റിനാണ് എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റും പ്രാധാന്യമില്ലാത്തതല്ല, പാസ്റ്റിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണം, ഇതെല്ലാം വേണം. പക്ഷേ പ്രൈമറി ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദ പ്രസൻറ്റ്. ആ പ്രൈമറി ഇമ്പോർട്ടൻസ് പ്രസൻറ്റിന് കൊടുക്കാതെ, അല്ലെങ്കിൽ അതായത് വർത്തമാനകാലത്തിന് കൊടുക്കാതെ ആകുമ്പോഴാണ് മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭൂതകാലത്തിലേക്ക് ഒരാൾ ഒരുപാട് ചാഞ്ഞു പോയാലും ഭാവി കാലത്തിലേക്ക് ഒരാൾ കൂടുതൽ ചാഞ്ഞു പോയ ഒരാൾ ഒരു മാനസിക രോഗി. അപ്പോൾ പ്രസന്റിൽ ഒരുപാട് ഒരു പ്രത്യേക ഒരു പ്രശ്നം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചാഞ്ഞു പോയുള്ള ഒരു പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് അങ്ങ് മാറും. നമ്മുടെ സെൻസസ്, അതായത് നമ്മുടെ ശരീരത്തിൽ 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പോലും നമുക്ക് അറിയത്തില്ല, ശരിയായിട്ട് അറിയത്തില്ല. ഇത് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ 1993 തിരുവനന്തപുരം ലഹോളയിൽ നിന്ന് MSW എന്നൊരു കോഴ്സുണ്ട്, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ഈ ഒരു കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ്. അപ്പം അങ്ങനെ അന്ന് തിരുവനന്തപുരത്ത് ലയോള കോളേജിൽ, എറണാകുളം രാജഗിരി കോളേജ്, ഈ 2 കോളേജുകളിൽ നിന്ന് മാത്രമേ ആൾക്കാർ പാസ് ഔട്ട് ആവുള്ളൂ. ഇറങ്ങുന്നവർക്കെല്ലാം അന്നേരം തന്നെ ജോലി കിട്ടും. അപ്പോൾ അന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പ് ക്രിസ്റ്റഫർ ബ്ലൈൻഡ് ആൻഡ് മിഷൻ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സംഘടനയിൽ ഒരു CBR മാനേജരായിട്ട് എനിക്ക് അന്ന് ജോലി ലഭിക്കാനിടയായി. അപ്പോഴത്തേക്ക് അവർ ഇത് പ്രധാനമായിട്ടും അന്ധരായിട്ടുള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുക, വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുക, അതുപോലെ മറ്റുള്ള എല്ലാ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരും പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് അപ്പോൾ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞുടനെ തന്നെ ഞങ്ങളെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിലേക്കാണ് കൊണ്ടുപോകും. അപ്പം നമുക്കറിയാം, ട്രിച്ചി കേട്ടിട്ടുള്ളവർക്കറിയാം, ഒരു വലിയ പട്ടണമാണ്. തിരുവനന്തപുരം സിറ്റിയുടെയൊക്കെ 2 ഇരട്ടി സിറ്റിയൊക്കെ ഉള്ള ഒരു വലിയൊരു ടൗണാണ് ട്രിച്ചി. അപ്പോൾ ട്രിച്ചിയിലാണ് ഈ ക്രിസ്റ്റഫർ ബ്ലൈൻഡ് മിഷൻ്റെ സൗത്ത് ഏഷ്യയിലെ ഓഫീസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയാണ് പരിശീലന കേന്ദ്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ലോകവ്യാപകമായിട്ട് വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ളവർക്കും മറ്റുള്ള വികലാംഗർക്കും ഹോളി ക്രോസ് ട്രെയിനിങ് കോളേജൊക്കെ ഉണ്ട് ട്രിച്ചിയിൽ. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, മറ്റ് ഡിസേബിലിറ്റി ഉള്ളവർ. അപ്പം ഇവർ ട്രിച്ചി എന്ന് പറഞ്ഞുള്ള പട്ടണത്തിലേക്ക് 2 മാസത്തെ ട്രെയിനിങ്ങിനായിട്ട്, അപ്പം ഞാൻ CBR മാനേജർ, ഞങ്ങളോടൊപ്പം 2-3 MSWക്കാരുണ്ട്, കൂടാതെ 20ഓളം മറ്റ് ജീവനക്കാരുണ്ട്. ഇവരെല്ലാം കൊണ്ട് പരിശീലനത്തിനായിട്ട് ട്രിച്ചിയിലോട്ട് യാത്രയായി. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അകലെയുള്ള ഒരു മുസ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ട്രെയിനിങ് സെൻ്ററുകളൊക്കെ ഇരിക്കുന്നത്. അവിടെ തന്നെ അവർക്ക് വേറെ ചില ഗ്രാമങ്ങളിൽ പല പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഈ അന്ധരെ പരിശീലിപ്പിക്കാനുള്ള ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ അവിടെ തണ്ണീർപ്പള്ളി എന്നൊരു ഗ്രാമമുണ്ട്, മുസ്രിക്കടുത്ത് തണ്ണീർപ്പള്ളി എന്നൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി. അവിടെയാണ് ഇവരുടെ അന്ധരുടെ പരിശീലനമൊക്കെ നടക്കുന്നത്. അപ്പോൾ പരിശീലനം നടത്താനായിട്ട് അവർക്കൊരു തണ്ണീർപ്പള്ളി എന്ന് പറയുന്ന വിശാലമായൊരു ഗ്രാമമുണ്ട്. അതൊരു 5-6 കിലോമീറ്റർ റേഡിയസിൽ പരന്ന് കിടക്കുന്ന ഒരു വലിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് നമ്മുടെ ഈ അന്ധരുടെ പരിശീലനമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളോട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇനി ഒരു 2 മാസത്തേക്ക് രാവിലെ നിങ്ങൾ കണ്ണു തുറന്ന് ഒരു 8 മണി മുതൽ നിങ്ങൾ അന്ധരായിട്ടായിരിക്കും. അപ്പോൾ രാവിലെ ഞങ്ങളവിടെ ചെന്നു. ആ ഫസ്റ്റ് ദിവസം റെഫ്രഷ് ചെയ്തു. സെക്കൻഡ് ഡേ രാവിലെ പ്രഭാതത്തിൽ കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ബ്ലൈൻഡ് ഫോൾഡ് വെച്ച് ഞങ്ങളുടെ കണ്ണെല്ലാം മൂടി കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് കെയിനെ കുറിച്ചൊക്കെ ഉള്ള ട്രെയിനിങ് ഒക്കെ അതിന് മുമ്പ് ആദ്യത്തെ ഒരു ദിവസം ഒരു ഓറിയന്റേഷൻ തന്നിരുന്നു. വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞ കെയിനൊക്കെ കൈ തന്നു. ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ ഫോൾഡ് വെച്ച് നമ്മുടെ കണ്ണ് 20 പേരുടെയും കൂടെ വന്ന 20 പേരുടെയും കണ്ണങ്ങ് മൂടി കഴിഞ്ഞിട്ട് ഒരു സഹായിയുടെ സഹായത്തോടു കൂടി ആ തണ്ണീർപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം പരിചയപ്പെടുവാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്ന വിധമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്തു. അപ്പോൾ പരിശീലനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ണ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ 70-75% പെർസെപ്ഷൻസ് ഈ വിഷൻ ഓറിയൻറ്റഡ്. നമുക്ക് ബാക്കി സെൻസുകളുണ്ട്, ഹിയറിങ്ങിൻ്റെ സെൻസ് ഉണ്ട്, ടച്ചിങ്ങിൻ്റെ സെൻസ് ഉണ്ട്, അല്ല രുചിയുടെ സെൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് അത്ര വർക്ക് ചെയ്തില്ല. കാഴ്ചശക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് മൂടി കഴിഞ്ഞപ്പോൾ അതൊരു പ്രത്യേക അനുഭവം, കുറ്റാക്കൂരുട്ടാണ്.
നമുക്ക് ഈ സഹായിയുടെ സഹായത്തോടെ ഈ ഗ്രാമമെല്ലാം ഒരു ദിവസം ഒരു 3-4 കിലോമീറ്ററോളം അവർ നടന്ന് അവർ പരിചയപ്പെടുത്തി. ഒരു 2-3 ദിവസം ഈ സഹായി കൂടെ വരികയൊക്കെ ചെയ്തു. ഞാൻ ചുരുക്കി പറയാം, അവരിങ്ങനെ കൂടെ വന്നു. നമ്മൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ 8 മണിയാകുമ്പോൾ ഈ തണ്ണീർപ്പള്ളി എന്നുള്ള ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് കണ്ണു കിട്ടും. അപ്പം ഞങ്ങൾക്കൊരു വന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിഷൻ ഓറിയൻറ്റഡ് ആയിരുന്ന ഞങ്ങൾ കുറേശ്ശെ ബാക്കി സെൻസുകളെല്ലാം പരിചയപ്പെടാൻ തുടങ്ങി. അപ്പോൾ തണ്ണീർപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു വിശാലമായ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരു റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തൊരു കുളിക്കട ഉണ്ട്. ആ കുളിക്കടവിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ തുണി നനയ്ക്കുന്ന ശബ്ദങ്ങൾ, മറ്റ് ശബ്ദങ്ങൾ, ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കാം. അവിടെ സ്ത്രീകളുടെ കലവിലെ ശബ്ദങ്ങൾ കേൾക്കാം, കുട്ടികൾ വെള്ളത്തിൽ ചാടുന്ന ശബ്ദങ്ങൾ കേൾക്കാം. പിന്നെ കുറച്ച് ദൂരം പിന്നെ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു കുട്ടികളുടെ ക്രഷ് 2ാം നിലയിലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കുഞ്ഞുങ്ങളുടെ കലവിലെ ശബ്ദങ്ങളെല്ലാം നമ്മുടെ ചെവിയിൽ കൂടെ കേൾക്കാൻ തുടങ്ങി. വളരെയധികം അപ്പോൾ ആദ്യം ചെവി എന്ന് പറയുന്ന സെൻസ് ഉത്തേജിതമായി തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്രാമത്തിലൊരു വയലുണ്ട്. തണ്ണീർപ്പള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലൊരു വയലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാലൊക്കെ കുറേശ്ശെ നടന്നു, വയലിൻ്റെ ഒരു സൈഡിൽ കൂടെ റോഡുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാല് നനയാൻ തുടങ്ങി. അപ്പോൾ സെൻസ് ഓഫ് ടച്ചിൻ്റെ ഫീലിംഗ് ഉണ്ടായി. പിന്നെ അവിടെ കുറേ ദൂരം പിന്നെ 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ എത്താറാവുന്നതിന് മുമ്പ് ഒരു ചവറുകൂനയുണ്ട്. ആ ചവറുകൂനയെന്ന് ചില ഗന്ധങ്ങളുണ്ട്, നല്ല ഗന്ധങ്ങളല്ല. ആ ഗന്ധങ്ങൾ കിട്ടുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ അടുത്തു എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സെൻസുകളെല്ലാം ഉത്തേജിതം. ഇങ്ങനെ ഈ സഹായം ഒരാഴ്ചയോളം കൂടെ വരും. അത് കഴിഞ്ഞ് അടുത്തൊരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പോകാനായിട്ടുള്ള പരിശീലനം. അപ്പോൾ ഒരു റൂട്ട് മാപ്പ് ചെയ്യുന്ന ആ കുളക്കടവിൻ്റെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വരെ പോവുക, അല്ലെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നിങ്ങൾ നേരെ വയലിൻ്റെ അവിടെ വരെ പോവുക. ഇങ്ങനെ കുറേശ്ശെ കൊച്ചു റൂട്ടുകൾ നിന്ന് തുടങ്ങി. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും ഒരാളുടെ സഹായമില്ലാതെ, കണ്ണിൻ്റെ സഹായമില്ലാതെ ഈ സെൻസിൻ്റെ ബാക്കി സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാനായിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ കണ്ണില്ലാതെ തന്നെ മറ്റ് സെൻസുകൾ അവിടെ ഉണ്ടെന്നുള്ള ഒരു പ്രയോജനം അപ്പോഴാണ് അവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സെൻസുകളുണ്ട്. നമ്മളെല്ലാം കണ്ണ് കാണുന്ന ആൾക്കാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് ഈ 75% ബാക്കിയുള്ള സെൻസുകൾ ഉണ്ടെന്ന് പോലും നമുക്ക് മൈൻഡ്ഫുൾനെസ് ഇല്ല. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല. നമുക്ക് ബാക്കിയുള്ള സെൻസുകൾ അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ അവിടെ ഒരു പരിശീലന കേന്ദ്രത്തിൽ ചെന്നിട്ട് കണ്ണ് കെട്ടിക്കൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ പഠിപ്പിച്ചു, കണ്ണ് കെട്ടിക്കൊണ്ട് വയലിലെ ഞാർ നടുവാനായിട്ട് പഠിപ്പിച്ചു, കണ്ണ് കെട്ടിക്കൊണ്ട് ബസ്സേ കയറാൻ പഠിപ്പിച്ചു, കണ്ണ് കെട്ടിക്കൊണ്ട് പിന്നെ മറ്റ് പല ഡെയിലി ലിവിങ് സ്കില്ലുകൾ, കുളിക്കുക, നനയ്ക്കുക, ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ കുറേയൊക്കെ അവർ പരിശീലിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ബാക്കിയുള്ള സെൻസുകളെ കുറിച്ചുള്ള അവയർനെസ് അവിടെ വന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആകും. നമ്മൾ മൈൻഡ്ഫുൾനെസ് ആകുമ്പോൾ നമ്മൾ ഒരു സെൻസിൽ കൂടെ മാത്രം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം വരത്തില്ല. മൈൻഡ്ഫുൾനെസ് അതായത് നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പല ആൾക്കാരുടെയും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്താകുലരാകും. അപ്പോൾ ഹോളി ബൈബിൾ തന്നെ പറയുന്നു, അതാത് ദിവസത്തേക്ക് അന്നത്തേക്കുള്ള ക്ലേശം മാത്രം മതി, അല്ലെങ്കിൽ അതാത് മോമെന്റിന് അതാത് സമയത്തേക്കുള്ള ക്ലേശം മാത്രം മതി എന്നൊക്കെയാണ് ബുദ്ധിസ്റ്റ് പ്രസംഗം. തിച്ച് നാൻ ഹാൻ എന്ന് പറഞ്ഞൊരു ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്ന ഒരു വിയറ്റ്നാം മങ്കാണ് ശരിക്കും ഇത് ഫോം ചെയ്തത്. പിന്നെ സൈക്കോളജിസ്റ്റുകൾ ഏറ്റെടുത്ത് സൈക്കോളജിക്കൽ സ്റ്റഡീസൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട്. ജോൺ കാബട്ടും റിക് ഹാൻസൺ. ജോൺ കാബട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനാണ്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ കാബട്ട്സിൻ്റെ ഒരു പ്രധാന ബുക്കുണ്ട്, വേറെവർ യു ഗോ ദേർ യു ആർ. നമ്മളെവിടെ പോയാലും നമ്മളുണ്ട്. എവിടെ പോയാലും നമ്മളിപ്പോൾ കാനഡയിൽ പോയാലും US പോയാലും എവിടെ പോയാലും നമ്മളെന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ട്. അപ്പം നമ്മളാണ് ഫീൽ ചെയ്യേണ്ടത്. ആ മൈൻഡ്ഫുള്ളായിട്ട് അവിടെ ഫീൽ ചെയ്യണം എന്നുള്ളതാണ് ഈ ബുക്കുകളുടെയൊക്കെ ഉദ്ദേശം. മൈൻഡ്ഫുള്ളായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് പേസിലാണ് നമ്മുടെ എല്ലാം ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റായിട്ടുള്ള പേസിൽ പോകുമ്പോഴത്തേക്ക് മൈൻഡ്ഫുൾനെസ് സാധിക്കത്തില്ല. അപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം പല ആൾക്കാരും ഹാപ്പിനെസ് ഉണ്ടോ എന്ന് വെച്ചാൽ പഴയ ഒരു കർഷക കുടുംബങ്ങളിൽ ജീവിച്ചിട്ട് നമ്മുടെ തലമുറ നോക്കുമ്പോൾ നമ്മൾ പലരും ഹാപ്പിനെസ് ഇല്ല. നമ്മളെല്ലാം ഫാസ്റ്റ് പേസിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു, ഇത് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് കാണും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നൈജീരിയ എന്നൊരാൾ നമ്മുടെ വീട്ടിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാർവിയൻസ് കോളേജിൽ പഠിക്കാൻ വന്ന നൈജീരിയക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ വിളിച്ചു, എന്താണ് സംസാരിക്കുന്നത്, മലയാളമാണോ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് സംസാരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ് ചുക്കു ഓകയില്ല. വർഷങ്ങൾക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക്. ലോകത്തിന് നാനാ ഭാഗത്ത് കാണുന്നത്. ടെക്നോളജി അപ്പോൾ അത്രത്തോളം വളർന്നു, നമുക്കൊന്നും പണ്ട് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയത്തില്ല കാര്യം. ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നു, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു, എല്ലാ ലോകത്തിൻ്റെ ഭൂഖണ്ഡങ്ങളുടെ പല ഭാഗങ്ങളിലും എത്തുന്നു. അതൊരു ടെക്നോളജിയുടെ ഒരു മുന്നേറ്റമാണ്, അത് മുന്നേറിയിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഓടിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ അക്ബറിനോ ബാബറിനോ പോലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. 1500 cc വാഹനങ്ങൾ, 2500 cc വാഹനങ്ങൾ, 3000 cc. അതായത് 3000 cc എന്നൊക്കെ പറഞ്ഞാൽ 3000 കുതിരയെ കെട്ടിയ. പണ്ടത്തെ കാലത്ത് കുതിരകളുടെ എണ്ണത്തിലായിരുന്നു ഓരോ രാജാവിൻ്റെയും പവർ. അപ്പോൾ ഒരു രാജാവ് പോകുമ്പോൾ എത്ര കുതിരയെ കെട്ടിയ വാഹനം. അപ്പോൾ നമ്മൾ അത്രയും ഫാസ്റ്റ് സ്പീസിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നു. അല്ലെങ്കിൽ ടെക്നോളജിയുടെ എല്ലാം ഒരു കുതിച്ചുകയറ്റത്തിൽ. അപ്പോൾ മനസ്സ് അത്രയും പീസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ, അപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശക്തിയാണ് മൈൻഡ്ഫുൾനെസ്. ഒരുപാട് റീഡിങ്സ് നിങ്ങൾക്ക് നടത്താം.
അല്ല നിങ്ങൾ നടത്തുക. പക്ഷേ മൈൻഡ്ഫുൾനെസ്സിനായിട്ടൊരു 10 കാര്യങ്ങളൊന്നും നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളത്. ഒന്നാമതായിട്ട് സ്ലോ ഡൗൺ ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളെയും വളരെ ഫാസ്റ്റായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി നേരം സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ലോ ആയിട്ട് ചെയ്യുക. എപ്പോഴും ഫാസ്റ്റ് പേസിൽ തന്നെ പോകാതെ കാര്യങ്ങളെ സ്ലോ ഡൗൺ ചെയ്യും. ഒന്നൊരു ബ്രഷ് പല്ല് തേക്കുകയാണെങ്കിൽ ആ പല്ല് തേക്കുന്നതിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കാനായിട്ടുള്ളൊരു കഴിവ്. അല്ലെങ്കിൽ ഒരു ശ്വാസം എടുക്കുന്നതിനെ ശ്രദ്ധിക്കുക. ബ്രീത്ത് ചെയ്യുന്നതും ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ടിനെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം സ്ലോ ഡൗൺ ചെയ്യുക. ദേഷ്യം വരുമ്പോൾ ഉടനെ അങ്ങ് സംസാരിക്കുക. ഇനി പല കാര്യങ്ങളിലും സ്ലോ ഡൗൺ ചെയ്യുക. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രകടിപ്പിക്കാതിരിക്കുക. ആഹാരം കഴിക്കണേ അത് ഉടനെ കഴിക്കാതിരിക്കുക. കുറച്ച് ഗ്രാറ്റിഫൈ ചെയ്യുന്ന കുറച്ച് മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ പേസിലും സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ള ഒരു പ്രധാന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് ഈ മൈൻഡ്ഫുൾനെസ് അത് ഫാസ്റ്റ് പേസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ നമ്മുടെ സെല്ലുകളെല്ലാം വളരെ സ്ലോ ആണ്. നമ്മുടെ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റേതായ ടൈം എടുത്താൽ നമ്മുടെ പല കാര്യങ്ങളും നടക്കും. അല്ല ഇമ്മീഡിയറ്റ് അല്ല, ഫാസ്റ്റ് ഫുഡ് പോലെയല്ല. അപ്പോൾ അത് സ്ലോ ഡൗൺ ചെയ്യുന്നൊരു പ്രോസസ്സ്. അടുത്തതായിട്ട് ഈറ്റ് മൈൻഡ്ഫുള്ളി. കഴിക്കുന്ന ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല്, ടേസ്റ്റ്, അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യം, അത് ഒരു കർഷകൻ പാടുപെട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ പ്ലേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അത് എത്തുന്നത്. അപ്പോൾ അതിനെ മൈൻഡ്ഫുള്ളായിട്ട് അതിൻ്റെ മണവും സ്മെല്ലും ഒക്കെ ഒരു ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫുഡ് കഴിക്കാൻ പോകുന്നതിൽ നമ്മൾ ഈറ്റ് മൈൻഡ്ഫുള്ളി വളരെ അതൊരു വലിയ പ്രോസസ്സ് തന്നെ. അതിനകത്ത് ഒത്തിരി റിസർച്ച് നടത്തുന്നുണ്ട്. കഴിക്കുന്ന കാര്യങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈറ്റ് മൈൻഡ്ഫുള്ളി. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണോ എന്ന്, നമ്മുടെ പാത്രത്തിലേക്ക് എത്തുമ്പോൾ എത്ര പ്രോസസ്സ്, അതിൻ്റെ മണം എന്താണ്, അതിൻ്റെ രുചി എന്താണ്, നമ്മുടെ രുചി മുകളിലുള്ള അത് എന്തൊക്കെ ഉണ്ടാകും, ഇങ്ങനെ അത് ഈറ്റ് മൈൻഡ്ഫുള്ളി ആയിട്ട് അത് ചെയ്യുക. അതുപോലെ നമ്മുടെ മോഡേൺ യൂത്തിൽ ലെസ് കമ്പ്യൂട്ടർ ആൻഡ് ലെസ് മൊബൈൽ. കൂടുതൽ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് യൂത്തിൽ നമ്മളെല്ലാവരും ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുന്നു. നമ്മൾ അതിനെല്ലാം ടൈം നിശ്ചയിക്കുന്നതല്ല. അപ്പോൾ അതിന് ലെസ് മൊബൈൽ. നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം കുറച്ച് മൊബൈൽ സാധ്യമല്ല. വാട്സാപ്പൊക്കെ മിനിറ്റ് നോക്കേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളെല്ലാം മിനിമൈസ് ചെയ്യുക. അതൊരു വലിയ കാര്യം. അതിൽ ഫോക്കസ് വൺ തിങ് അറ്റ് എ ടൈം. നമുക്ക് മൾട്ടി ടാസ്കിങ് ഒക്കെ വളരെ ഇഷ്ടമാണ്. ഒരേ സമയത്ത് ഒരുപാട് കാര്യം, പക്ഷെ പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഫോക്കസ് വൺ തിങ് അറ്റ് എ ടൈം. ഹ്യൂമൻ മൈൻഡ് ക്യാൻ ഹോൾഡ് ഓൺലി വൺ തോട്ട് അറ്റ് എ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഇറ്റ് നെഗറ്റീവ്. ദാറ്റ് തോട്ട് ഷുഡ് ബി പോസിറ്റീവ് എന്നൊക്കെ പറയും. മനുഷ്യ മനസ്സിന് ഒരു സമയത്ത് ഒത്തിരി ചിന്തിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ശ്വാസം എടുക്കുമ്പോൾ ഒത്തിരി തോട്ട്. പക്ഷേ അങ്ങനെയല്ല. ഹ്യൂമൻ മൈൻഡിന്, മനുഷ്യ മനസ്സിന് ഒരു സമയത്ത് ഒരു ചിന്ത മാത്രമേ വരത്തുള്ളൂ. അത് കഴിയുന്നിടത്തോളം ഒരു പോസിറ്റീവ് ചിന്തയാക്കി നിർത്താൻ ശ്രമിക്കാനേ പറ്റത്തുള്ളൂ. ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കമാൻഡ് കൊടുക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് വെളുത്ത കോട്ടിട്ട് നിൽക്കുന്നത് സങ്കല്പിക്കരുതെന്ന് പറയാം. നമ്മൾ വെളുത്ത കോട്ടിട്ട് നിൽക്കുന്ന മാത്രമേ കാണുന്നത്. പെൻഗിനെ കുറിച്ച് സ്വപ്നം കാണുകയേ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഗിൻ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിനെ ഒബ്സർവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒബ്സർവേഷൻ. അപ്പോൾ എന്നാലും വൺ തിങ് അറ്റ് എ ടൈം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ചിന്തയായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ ഒരു ജേണൽ ഡയറി, കീപ്പ് എ ജേണൽ ആൻഡ് ഡയറി. നമ്മൾ മൈൻഡ്ഫുൾ ആവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാനത് മൈൻഡ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു വാട്സാപ്പ് വഴി ചെയ്യണം, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ ആവണം, അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവണം, ഒരു വക്കീലാവണം. ഈ ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടാണ് ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ട് കീപ്പ് എ ജേണൽ. നമുക്ക് എന്താവണം, ഇതെല്ലാം അതിനെക്കുറിച്ചൊരു ജേണൽ നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ജേണൽ സൂക്ഷിക്കുക. അതെല്ലാം മൈൻഡ്ഫുൾനെസ് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊരു രാവിലെ എണീക്കുമ്പോൾ പേഴ്സണലായിട്ട് എന്തൊക്കെ ചെയ്യണം, ഒഫീഷ്യലായിട്ട് എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ എഴുതുക. എല്ലാ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരും അത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വൈകിട്ടാകുമ്പോൾ എല്ലാം തീർത്തെങ്കിൽ അല്ലെങ്കിൽ ഓരോ ടാസ്ക് കഴിയുമ്പോൾ അതിനെ നമുക്ക് ടിക്ക് ചെയ്ത് പോകാം. ഇങ്ങനെ ആ ഒരു ജേണൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വൈകിട്ടൊരു ഡയറി കീപ്പ് ചെയ്യുക. ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും മെഡിറ്റേഷൻ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുണ്ടോ, ഹിന്ദുക്കൾക്കാണോ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. മെഡിറ്റേഷൻ, ഇത് രണ്ടും ഒരേ ലാറ്റിൻ വേർഡിൻ്റെ ഭാഗങ്ങളാണ്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് യൂസ് ചെയ്ത് മെഡിസിൻ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് മെഡിസിൻ. അതുപോലെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിന് രോഗം വരുമ്പോഴത്തേക്കും നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ കടന്നത്. അതൊരു വലിയ പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ കുറച്ച് നേരം പ്രാർത്ഥിക്കുക, നമ്മൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുവൻ, ഇതെല്ലാം മെഡിറ്റേഷനായിട്ടുള്ള പ്രോസസ്സ്. ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് വളർത്തും. നമ്മൾ ജീവിതത്തിൻ്റെ ആൾക്കാരുടെ പറയാറുണ്ട്, സാറിന് നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു 10-1 ഭാഗം നമുക്കൊരു ടൈം 24 മണിക്കൂറുണ്ട്. 2.4 2 മണിക്കൂർ 40 മിനിറ്റ് നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിന്, നമ്മുടെ ദൈവികമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൈൻഡ്ഫുൾനെസ്, ഈ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മൈൻഡ്ഫുൾനെസ് അത് നടന്നു. അതുപോലെ മൂവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, അതൊരു വലിയ സംഭവമാണ്. അതായത് നമ്മൾ
എവിടെ പോയാലും ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി എന്നോട് കൂടെ ഉറങ്ങിയ 8 ലക്ഷത്തോളം അല്ലെ 10 ലക്ഷത്തോളം ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കടന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമ്മളിന്ന് ലൈഫ് എന്ന് പറയുന്നൊരു പ്രതിഭാസം, നമുക്ക് ഇന്ന് ലൈഫ് തന്നിരിക്കുന്നു. അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അതിന് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് ജീവനുണ്ട്. 10,000 30,000 ദിവസം അല്ലെ 80 വർഷം അല്ലെ 90 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇന്നും പ്രഭാതത്തിൽ ഇത്രയും പേര് മരിച്ചു പോയിട്ട് ഇന്ന് ഇവിടെ ഇരിക്കാൻ സാധിച്ചു, ജീവനോട് ഇരിക്കാൻ സാധിച്ചു. അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ പല കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ്, തൗസൻഡ്സ് ഓഫ് തിങ്സിന് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കുന്ന ഒരാൾക്ക്, എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഒരു മനസ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വറീഡായിട്ട് പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്കും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആണോ എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം നമ്മുടെ മനുഷ്യ മനസ്സാണ് പലപ്പോഴും ആ ചിന്തകൾ പെൻഡുലമാടും, ചിലപ്പോൾ ദുഃഖത്തിലേക്ക് പോകും, ചിലപ്പോൾ അതിലേക്ക് ഇതെല്ലാം വരും. അതിനെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതൊരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഭാഗമായിട്ട് അത് ഒബ്സർവ് ചെയ്യുക. ചിന്തകൾ എന്തൊക്കെയാണോ അത് വിവിധങ്ങളായ വികാരങ്ങൾ ഒഴുകി വരും. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾ മാറി വേലിയേറ്റവും വേലിയിറക്കം ഒന്നും ഉണ്ടാകുന്ന പോലെ തന്നെ വികാരങ്ങളിലൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ കഴിയുന്നിടത്തോളം നമ്മളതിനെ ഈ ഒരു മൈൻഡ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് നമ്മളതിനെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ചെലവഴിക്കുക. പിന്നെ അതുപോലെ മൈൻഡ്ഫുൾനെസ് വളർത്താൻ മറ്റൊരു കാര്യം, സ്പെൻഡ് ടൈം വിത്ത് നാച്ചർ, പ്രപഞ്ചവുമായിട്ട് നമ്മൾ കുറേ സമയം ചെലവഴിക്കുക. നമ്മൾ വീടിനകത്തിരിക്കുന്നതിന് പകരം കുറച്ചു നേരം കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി ചെയ്യുക. കുറച്ച് സമയമൊക്കെ പ്രപഞ്ചവുമായിട്ട് മണ്ണുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടൊക്കെ ശ്രമിക്കുക. മണ്ണെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ആ മണ്ണുമായിട്ട് തന്നെ ബന്ധം കുറയുമ്പോഴാണ് ടെൻഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പം മൈൻഡ്ഫുൾനെസ് ആവാൻ വേണ്ടി ഒരു ചെടി നടുന്നു, ആ ചെടിയുടെ പൂവും കായും ഒക്കെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നു. ആ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മണ്ണുമായുള്ള ആ ബന്ധം, ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് വളർത്താനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവർക്കാണ് മൈൻഡ്ഫുൾ. നമ്മൾ എല്ലാ ദിവസവും റൂട്ടീനായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് ബോധപൂർവമല്ല, അബോധപൂർവമാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് സ്ഥിരം അങ്ങ് റൂട്ടീൻ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില ദിവസം ഇടത് കൈ ഉപയോഗിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ഷേവ് ചെയ്യുന്ന വലത് കൈ കൊണ്ടാണ് ഇടത് കൈ കൊണ്ടൊന്ന് ഷേവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തലമുടി ചിലപ്പോൾ ഒന്ന് ഒട്ടയടിച്ചിട്ട് അങ്ങനെ പോകും. അതിൽ പല ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ കാണാത്തൊരു സ്ഥലത്തേക്ക് പോകുക, അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിക്കുക. ഇതെല്ലാം ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കാൻ പോകണമെങ്കിൽ എല്ലാ ദിവസവും ഒരേ റൂട്ടിൽ പോകാതെ ഡിഫറെൻറ്റ് റൂട്ടിൽ പോവുക. അപ്പോഴത്തേക്ക് സെൻസിനൊരു പ്രത്യേക ഗുണം കിട്ടും. അപ്പോൾ അവിടെ ഒരു മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾനെസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ജീവിതം എന്ന് പറയുന്നത് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ബെർണാഡ് ഷാ എന്ന് പറയുന്നൊരു ഭയങ്കര ചിന്തകനായ ഒരു വ്യക്തി 80ാമത്തെ വയസ്സിൽ കാലൊടിഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഒരു ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മരത്തെ കയറണം എന്നുള്ളത്. അപ്പോൾ 80ാം വയസ്സായപ്പോഴാണ് റിയലൈസ് ചെയ്ത് മരത്തെ കയറിയിട്ടില്ലെന്നുള്ളത്. പുള്ളി മരത്തെ കയറാനായിട്ട് 80ാമത്തെ വയസ്സ് ശ്രമിച്ചാണ് മരത്തിൽ നിന്ന് വീണാണ് കാലൊടിഞ്ഞത്. അപ്പം ബെർണാഡ് ഷായെ പോലെയൊക്കെ ചിന്തകന്മാരായ ആൾക്കാർ പോലും ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റ്. അപ്പോൾ നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ജീവിതം തീരുന്നതിന് മുമ്പ് എന്തൊക്കെ ബക്കറ്റ് ലിസ്റ്റുകൾ ഫോറിനേഴ്സ് ഉണ്ട്. ആനപ്പുറത്ത് കയറണമെന്നുള്ള ബക്കറ്റ് ലിസ്റ്റുമായിട്ട് കേരളത്തിൽ വന്നിട്ട് ആനപ്പുറത്ത് കയറിയിട്ട് പോകുന്ന ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് അധികം വേണ്ട, നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കുറേ ബക്കറ്റ് ലിസ്റ്റുകൾ, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി ബക്കറ്റ് ലിസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതുപോലെ യൂസ് സെൻസസ്. അപ്പോൾ സെൻസുകളെ വാച്ച് ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ വിഷ്വൽ സെൻസ് ആണോ, നമ്മുടെ ഹിയറിംഗ് സെൻസ് ആണോ, എന്ത് സെൻസ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രപഞ്ചത്തിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വിളിക്കുന്ന ലോറിയുടെ ശബ്ദം കേൾക്കും. അതൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത് കേൾക്കാനുള്ള സെൻസസ്, ഏത് സെൻസസ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഓരോ സമയത്ത് ഒബ്സർവ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ടിപ്പുകളുണ്ട് ഈ നമ്മുടെ ഈ മൈൻഡ്ഫുൾനെസ്. അതായത് ഇപ്പോൾ തോട്ട്സും ഫീലിങ്സും ഇത് രണ്ടുമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നന്നായ ഉറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ്. ഇതെല്ലാം ഈ മൈൻഡ്ഫുൾനെസ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അഗാധമായിട്ട് മുങ്ങിത്തപ്പി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളിങ്ങനെ മൈൻഡ്ഫുൾനെസ്, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ഭാവിയിലേക്ക്, ഒരുപാട് ഭൂതത്തിലേക്ക് ഒഴുകി പോകാതെ ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തർ പ്രസന്റ് മൂവ്മെന്റ് ആണ് പ്രൈമറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രസന്റ് മൂവ്മെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു ജേണലിലൊക്കെ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുക. നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള പ്രാക്ടീസ് കൂടുന്നതോറും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അച്ചീവ്മെന്റുകളും സന്തോഷവും ഒക്കെ കൂടി വരും. നമ്മൾ ഒരുപാട് പാസ്റ്റിലേക്കും വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചോ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് ഒക്കത്തില്ല. നമ്മൾ ഒരുപാട് ഒഴുകിപ്പോകും. അപ്പോൾ നമുക്ക് പ്രസന്റാണ്. ഓരോ പ്രഭാതം എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ രാത്രിയിൽ നമ്മൾ മരിക്കുന്നുണ്ടെന്നാണ് സ്ലീപ്പ് റിസർച്ച് സെന്ററുകാരൊക്കെ പറയുന്നത്. അമേരിക്കയിലൊക്കെ 100 കണക്കിന് സ്ലീപ്പ് റിസർച്ച് ഉണ്ട്. അപ്പോൾ രാത്രിയിൽ ഏതോ ഒരു മൂവ്മെന്റിൽ നമ്മുടെ ഇവർ ഈ ഇലക്ട്രോഡ്സ് ഒക്കെ ശരീരത്തിലോട്ട് ഘടിപ്പിച്ചിട്ടാണ് ഇവർ റിസർച്ച് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് സ്ലീപ്പ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഏതോ ഒരു നാഴികയിൽ ഇത് നമ്മുടെ ശരീരം ഒരു ഡെഡ് ബോഡി പോലെ ആവുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ഒരു 2 മിനിറ്റോളം ഡെഡ് ബോഡി പോലെ എവരി നൈറ്റ് നമ്മൾ മരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സ്ലീപ്പ് റിസർച്ചിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷേ അപ്പോൾ ഓരോ പ്രഭാതം എന്ന് പറയുന്നത് ഓരോ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം പ്രഭാതത്തിൽ കിട്ടുമ്പോൾ അതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി. ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് കിട്ടും. അപ്പോൾ അതിനെ മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ ഓരോരുത്തരും നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രഭാതവും നമുക്ക് ഓരോ ദിവസവും നമുക്ക് മനോഹരമാക്കി തീർക്കാം.
മൈൻഡ്ഫുൾനെസ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മാത്രം നിങ്ങളോട് പറയുന്നു. മറ്റൊരു വീഡിയോയിലൊക്കെ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാം. നിങ്ങളെ ഒരിക്കൽ കൂടി മൈൻഡ്ഫുൾനെസ്, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മനസ്സിൻ്റെ നിങ്ങളുടെ വികാരങ്ങൾ, ഇമോഷൻ, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മാത്രം ഈ വീഡിയോയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.